എല്ലാവർക്കും വേണ്ടത് ആ പഴയ സിനിമാ സ്റ്റൈൽ ശരീരമാണ്. വിരിഞ്ഞ തോളുകൾ, കല്ലുപോലെയുള്ള സിക്സ് പാക്ക്, ഒതുങ്ങിയ അരക്കെട്ട്. എന്നാൽ നിങ്ങളെന്താണ് ചെയ്യുന്നത്? വില കൂടിയ ജിം മെമ്പർഷിപ്പ് എടുക്കുന്നു, ട്രെയിനർ പറയുന്ന സങ്കീർണമായ ഡയറ്റ് പ്ലാനുകൾ നോക്കി തലപുകിക്കുന്നു. സത്യം പറയട്ടെ, നിങ്ങളിൽ ഭൂരിഭാഗം പേരും നിങ്ങളുടെ സമയവും പണവും വെറുതെ കളയുകയാണ്. വിപണിയിലുള്ള നൂറുകണക്കിന് പ്രോട്ടീൻ പൗഡറുകളോ ആഴ്ചയിൽ 6 ദിവസത്തെ കഠിനമായ മെഷീൻ വർക്കൗട്ടുകളോ അല്ല നിങ്ങളെ ഒരു ആനിമേഷൻ ഹീറോയെ പോലെയാക്കുന്നത്. സത്യത്തിൽ നമ്മുടെ ശരീരത്തെ ഒരു ശില്പം പോലെ കൊത്തിയെടുക്കാൻ വലിയ സന്നാഹങ്ങളൊന്നും ആവശ്യമില്ല. മങ്കി ബ്രെയിൻ സിമ്പിൾ എന്ന് വിളിക്കാവുന്ന അത്ര ലളിതമായ ചില കാര്യങ്ങൾ മാത്രം മതി. വെറും 8 വ്യായാമങ്ങൾ, 3 നേരത്തെ ഭക്ഷണം. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷേ സയൻസ് ഇതിനെ ശരിവയ്ക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ബോഡി ബിൽഡിങ്ങിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടതെല്ലാം വെറും കിട്ടുകഥകളായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ആലോചിക്കുക. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും പകുതി വഴിയിൽ വർക്കൗട്ട് നിർത്തുന്നത്? കൃത്യമായ ഒരു ഗൈഡ് ഇല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സാധാരണയായി 3999 രൂപ വിലയുള്ള എൻ്റെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന കംപ്ലീറ്റ് വീഡിയോ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കാൻ പോകുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ ചാനലിലെ യൂട്യൂബ് മെമ്പർഷിപ്പ് വെറും 89 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ പ്രീമിയം കോഴ്സ് ഫ്രീ ആയി ലഭിക്കും. ഇതിൽ തുടക്കക്കാർക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വീഡിയോ ട്യൂട്ടോറിയലുകൾ, ഫോം കറക്ഷൻ ടിപ്സുകൾ, ചാർട്ടുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. 3999 രൂപയുടെ മൂല്യമുള്ള അറിവ് വെറും 89 രൂപയ്ക്ക്. ഈ വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി നിങ്ങൾക്കിപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റ് 500ഓളം മെമ്പർമാരോടൊപ്പം ചേർന്ന് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഇന്നു തന്നെ തുടങ്ങൂ. ഇനി നമുക്ക് ആ 8 ഗോൾഡൻ എക്സസൈസുകളിലേക്ക് കടക്കാം. ദി അസ്തറ്റിക് വി ടേപ്പർ, പുരുഷത്വത്തിന്റെ അടയാളം. ഒരു ബോഡിയെ ആനിമേഷൻ സ്റ്റൈൽ ആക്കുന്നത് അതിന്റെ വി ടേപ്പറാണ്. തോളിനു വീതി കൂടുകയും അരക്കെട്ട് കുറയുകയും ചെയ്യുന്ന ആ ലുക്ക്. ഇതിനു വേണ്ടത് വിരിഞ്ഞ പുറംപേശികളാണ്, ലാറ്റ് മസിലുകൾ. എക്സസൈസ് 1, ദ പുള്ളപ്പ്, രാജകീയ വ്യായാമം. നിങ്ങൾ എത്ര പുഷപ്പ് ചെയ്യുന്നു എന്നതല്ല, എത്ര പുള്ളപ്പ് ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ കരുത്തിരിക്കുന്നത്. പുള്ളപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാറ്റ് പേശികൾ കൃത്യമായി ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് ചെയ്യുമ്പോൾ വെറുതെ ബാറിൽ തൂങ്ങിക്കിടക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ കൈമുട്ടുകൾ തറയിലേക്ക് അമർത്താൻ ശ്രമിക്കുന്നതായി സങ്കൽപ്പിക്കുക. മുകളിലേക്ക് ഉയരുമ്പോൾ ഷോൾഡർ ബ്ലേഡുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതുക്കെ താഴേക്കിറങ്ങുക എന്നതാണ്. ഈ നിയന്ത്രണമാണ് പേശികളെ വളർത്തുന്നത്. എക്സസൈസ് 2, സുപ്പിനേറ്റഡ് ഇൻവേർട്ടഡ് റോസ്, ഡിമോൺ ബാക്ക്. വെറും വീതിയുള്ള പുറം മാത്രം പോരാ, പേശികൾ തെളിഞ്ഞു കാണുന്ന ഡിമോൺ ബാക്ക് വേണം. ഇതിനായി കൈപ്പത്തി നിങ്ങളുടെ മുഖത്തിന് നേരെ പിടിച്ച് സുപ്പിനേറ്റഡ് ഗ്രിപ്പിൽ റോവിംഗ് ചെയ്യുക. ഇത് നിങ്ങളുടെ പുറത്തെ ചെറിയ പേശികളെയും ഒപ്പം ബൈസെപ്സിനെയും ഒരുപോലെ ട്രെയിൻ ചെയ്യുന്നു. ജിമ്മിലെ മെഷീനുകളെക്കാൾ വേഗത്തിൽ റിസൾട്ട് നൽകാൻ ഇതിന് കഴിയും. ചിസൽഡ് ഷോൾഡേഴ്സ്, ആയുധം പോലെയുള്ള തോളുകൾ. ഒരു ആനിമേഷൻ ക്യാരക്ടറിന്റെ ഷോൾഡർ ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ ഷാർപ്പായിരിക്കും. എക്സസൈസ് 3, പൈക്ക് പുഷപ്പുകൾ. തോളുകളുടെ മുൻഭാഗവും വശങ്ങളും, ഡെൽറ്റോയിഡ്സ്, വളർത്താൻ പൈക്ക് പുഷപ്പിനോളം മികച്ച മറ്റൊന്നുമില്ല. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു വി ആകൃതിയിലായിരിക്കണം. തല തറയ്ക്ക് തൊട്ടടുത്തെത്തുമ്പോൾ മുന്നോട്ടൽപ്പം ആഞ്ഞു പുഷ് ചെയ്യുക. കരുത്തു കൂടുന്തോറും കാലുകൾ ഉയരമുള്ള സ്ഥലത്ത് വെച്ച് ഇത് കൂടുതൽ കഠിനമാക്കാം. എക്സസൈസ് 4, ഡിക്ലൈൻ ഡെഫിസിറ്റ് പുഷപ്സ്, ദി അപ്പർ ചെസ്റ്റ് ഷെൽഫ്. പലർക്കും നെഞ്ചിന്റെ മുകൾ ഭാഗം വളരുന്നില്ല എന്ന പരാതിയുണ്ട്. അതിനുള്ള പരിഹാരമാണിത്. കൈകൾ 2 കട്ടകളിലോ പുഷപ്പ് ബാറിലോ വെച്ച് താഴേക്ക് പോകുമ്പോൾ കൂടുതൽ ആഴത്തിൽ പോകാൻ ശ്രമിക്കുക. എക്സ്ട്രാ റേഞ്ച് ഓഫ് മോഷൻ. ഇത് നിങ്ങളുടെ നെഞ്ചിന് ഒരു ഷെൽഫ് ലുക്ക് നൽകും. എക്സസൈസ് 5, ഡിപ്സ്. നെഞ്ചിന്റെ താഴെ ഭാഗവും ട്രൈസെപ്സും ഒരുപോലെ വളർത്താൻ ഡിപ്സ് സഹായിക്കുന്നു. ശരീരം അല്പം മുന്നോട്ട് ചരിച്ചു വേണം ഇത് ചെയ്യാൻ. ഒരു സാധാരണ പുഷപ്പിൽ നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 60% മാത്രമാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ ഡിപ്സിൽ 100% ഭാരവും നിങ്ങൾ തള്ളുകയാണ്. ലെഗ്സ് ആൻഡ് കോർ, അടിത്തറ ഉറപ്പിക്കുക. മുകൾ ഭാഗം മാത്രം വിരിഞ്ഞിട്ട് കാര്യമില്ല. കാലുകൾ മൈൻക്രാഫ്റ്റ് ബ്ലോക്കുകൾ പോലെ മെലിഞ്ഞിരുന്നാൽ അത് പരിഹാസ്യമായിരിക്കും. എക്സസൈസ് 6, പിസ്റ്റൽ സ്ക്വാട്ട്സ്. ഒരു കാലിൽ ചെയ്യുന്ന സ്ക്വാട്ടുകൾ. ഇത് വെറുമൊരു വ്യായാമമല്ല, നിങ്ങളുടെ ബാലൻസിന്റെയും ശരീര നിയന്ത്രണത്തിന്റെയും അടയാളമാണ്. തുടക്കത്തിൽ ഒന്നിന്റെ സഹായത്തോടെ ചെയ്യാമെങ്കിലും പിന്നീട് തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ക്വാഡ്രിസെപ്സ് പേശികളെ പൊട്ടിത്തെറിക്കുന്ന കരുത്തിലേക്ക് എത്തിക്കും. എക്സസൈസ് 7, ഹിപ്പ് ഹിഞ്ചസ്, ഹാംസ്ട്രിംഗ് ഫോക്കസ്. കാലുകളുടെ പിൻഭാഗം കരുത്തുറ്റതാക്കാൻ ഇത് സഹായിക്കും. കട്ടിലിനടിയിലോ മറ്റോ കാലുകൾ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് ആഞ്ഞു പരീക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിൽ വലിയ ടെൻഷൻ ഉണ്ടാക്കും. എക്സസൈസ് 8, ദ ഡ്രാഗൺ ഫ്ലൈ, ദ സീക്രട്ട് കോർ മൂവ്. ബ്രൂസ്ലിയുടെ പ്രിയപ്പെട്ട വ്യായാമം.
സാധാരണ ക്രഞ്ചസ് ചെയ്താൽ 6 പാക്ക് കിട്ടില്ല. ഡ്രാഗൺ ഫ്ലൈ പോലുള്ള ആൻറ്റി എക്സ്റ്റൻഷൻ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറിലെ പേശികൾ ഉള്ളിലേക്ക് വലിയുകയും അരക്കെട്ട് ഒതുങ്ങുകയും ചെയ്യുന്നു. ഇതാ ഒതുങ്ങിയ ആനിമെ വേസ്റ്റ് നൽകാൻ സഹായിക്കുന്നു. എത്തിക്കൽ ഡിസ്ക്ലെയിമർ. സുഹൃത്തുക്കളെ, വർക്കൗട്ട് തുടങ്ങുന്നതിന് മുൻപ് സ്ട്രെച്ചിങ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജോയിന്റുകൾക്ക് അമിത സമ്മർദ്ദം നൽകരുത്. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടണം. 6. ദ 3 മീൽ റൂൾ. പോഷകാഹാരത്തിലെ രഹസ്യം. പലരും ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പട്ടിണി കിടക്കലാണെന്ന് വിചാരിക്കും. അത് തെറ്റാണ്. ശരീരം വളരാൻ ഭക്ഷണം കഴിക്കണം, പക്ഷേ അത് ശരിയായ ഭക്ഷണമായിരിക്കണം. മീൽ 1. ദ ഫൗണ്ടേഷൻ. പ്രോട്ടീൻ സമ്പന്നമായ റെഡ് മീറ്റ്, ബീഫ് അല്ലെങ്കിൽ മട്ടൺ, ഒപ്പം അല്പം ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ, കിംച്ചിയോ അച്ചാറോ. റെഡ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന സിങ്കും അയണും ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മുട്ടയിൽ വിറ്റമിൻ ഡിയും നല്ല കൊളസ്ട്രോളുമുണ്ട്. മീൽ 2. ദ ഫ്യൂവൽ. ഗ്രീക്ക് യോഗട്ട്, സരസഫലങ്ങൾ, തേൻ. വ്യായാമത്തിന് ആവശ്യമായ ഊർജം ഇതിൽ നിന്ന് ലഭിക്കുന്നു. തേൻ ഹോർമോൺ ബാലൻസിന് നല്ലതാണ്. മീൽ 3. ദ റിക്കവറി. മധുരക്കിഴങ്ങ്, ഗ്രൗണ്ട് ബീഫ്, അവോക്കാഡോ. വർക്കൗട്ടിന് ശേഷം പേശികൾ റിക്കവർ ചെയ്യാൻ ഇത് സഹായിക്കും. മധുരക്കിഴങ്ങ് മികച്ച ഒരു കോംപ്ലക്സ് കാർബാണ്. ശ്രദ്ധിക്കുക, പച്ചക്കറികൾ മോശമാണെന്നല്ല, പക്ഷെ പലപ്പോഴും അവ അമിതമായി വാഴ്ത്തപ്പെടാറുണ്ട്. നിങ്ങൾ പേശികൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടീനും ഹെൽത്തി ഫാറ്റുമാണ് നിങ്ങളുടെ മുൻഗണന. ഈ ലിസ്റ്റും വ്യായാമമുറകളും മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരാളും ആനിമേഷൻ ഹീറോ ആകില്ല. ഏറ്റവും വലിയ മാറ്റം നിങ്ങളുടെ മനസ്സിനാണ് വേണ്ടത്. വർക്കൗട്ട് ഒരു ശിക്ഷയായി കാണരുത്. വീഡിയോ ഗെയിം കളിക്കുന്നതുപോലെ ആവേശത്തോടെ ചെയ്യേണ്ട ഒന്നാണിത്. ഓരോ ദിവസവും ഒരു ലെവൽ അപ്പ് ചെയ്യുന്നതായി കാണുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനുള്ള ഇന്ധനമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വർക്കൗട്ട് അടുത്ത തലത്തിലെത്തിക്കാൻ 3999 രൂപയുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് ഇപ്പോൾ തികച്ചും സൗജന്യമാണ്. നമ്മുടെ ചാനലിലെ 89 രൂപയുടെ മെമ്പർഷിപ്പ് മാത്രം എടുത്താൽ മതി. ഇതിനോടകം 500-ലധികം ആളുകൾ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അവരുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളും വൈകരുത്. ആ ജോയിൻ ബട്ടൺ അമർത്തി ഇന്ന് തന്നെ മാറ്റത്തിന് തുടക്കം കുറിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ കീപ് പുഷിംഗ്.